അവള് ദൈവത്തെ പോലെ കരുതുന്ന, പുറത്ത് അവളായി ആരോടും പറയാൻ കൂട്ടാക്കാത്ത ആ മനുഷ്യൻ, അത് ഞാൻ തന്നെയാ. എൻ്റെ സ്വാതിയുടെ വിവാഹം കഴിഞ്ഞ പിന്നെ അവള് ഞങ്ങളെയൊക്കെ വിട്ട് എവിടേക്കെങ്കിലും പോകും. ആ വേദന മനസ്സിലിരുന്ന് വിങ്ങിയിട്ടാ ഞാൻ ഗോവിന്ദനെ കാണാൻ വന്നത്. ഒരു തുളസി ദളമാണ് ലക്ഷ്മി. അത് ചന്ദനത്തിലൂടെ ചേരാവും. ആ ചന്ദനം ഗോവിന്ദാണെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് വേറെയില്ല. ലച്ചുവിൻ്റെ മനസ്സിലെന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതു വിധത്തിലാണ് എന്നെ കാണുന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ ഇഷ്ടത്തോടുള്ള അവളുടെ പ്രതികരണം എന്തായിരിക്കും? ഡോക്ടറെ, അത് എനിക്ക് ഡോക്ടറോട് ഒരു കാര്യം പറയാനുണ്ട്. സഞ്ജു ലച്ചുവിനെ കണ്ടിട്ടുണ്ടാവോ? എൻ്റെ മനസ്സിലെന്താണെന്ന് ലച്ചുവിനോട് വെളിപ്പെടുത്തി കാണൂ. ഡോക്ടർ എന്താ ആലോചിക്കുന്നേ? ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്നല്ലേ? ഞാൻ പറയുന്നത് ഒരിക്കലും നിങ്ങളെ നിരസിക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഈ ഒരു അവസരത്തിൽ ഡോക്ടറിൽ നിന്ന് അനുകൂലമായൊരു മറുപടി ഉണ്ടായില്ലെങ്കിൽ അതെന്നെ കൂടുതൽ വിഷമിപ്പിക്കും. എന്താണെങ്കിലും ലച്ചു പറഞ്ഞു. ലച്ചു പറയുന്നത് എന്താണെന്ന് കേട്ടിട്ട് നമുക്ക് നല്ലൊരു തീരുമാനം ഉണ്ടാക്കാം. എന്നെ തേടി ശാസ്ത്രികൾ വന്നത് ഡോക്ടർ കണ്ടതല്ലേ? വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാ അദ്ദേഹം ഇവിടേക്ക് വന്നത്. എന്റെ ചേച്ചിയുടെ വിവാഹത്തിന് വിഘ്നങ്ങൾ പൂർണ്ണമായും ഒഴിഞ്ഞു പോയിട്ടില്ല. വിഘ്നമുത്തിക്ക് ചില പ്രതിക്രിയകൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതാണോ ഇത്ര വലിയ കാര്യം? വേണ്ടത് എന്താന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാടോ. അങ്ങനെ നമുക്ക് നേരിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊന്നുമല്ല ശാസ്ത്രികളെ വിധിച്ചത്. പെരുവണ്ണാപുരത്ത് അമ്മയുടെ തിരുനടയിൽ ചെന്ന് പ്രാർത്ഥിച്ച അമ്മ അതിനുള്ള ഉത്തരം നൽകും. നാളെ ചേച്ചിയുടെ കല്യാണമല്ലേ? അതിനു മുൻപ് എനിക്ക് പെരുവണ്ണാപുരത്തേക്ക് പോണം. അമ്മയുടെ മുന്നിൽ ചെന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിക്കണം. അവിടം വരെ ഡോക്ടർ എന്നെ കൊണ്ടുപോവോ? ഈ ഒരു ചെറിയ കാര്യത്തിന് ഇത്രയും വലിയൊരു മുഖവരുടെ ആവശ്യമുണ്ടോ ലച്ചു? ലച്ചുവിന് ഈ ലോകത്ത് എവിടെ പോകണമെന്ന് ആഗ്രഹം തോന്നിയാലും എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ അവിടെ തന്നെ കൊണ്ടുപോയിരിക്കും. മുത്തശ്ശന, ഹലോ. ശരി മുത്തശ്ശ, ഞാനിതാ എത്തി. മുത്തശ്ശന ഔഷധപ്പുരയിലേക്ക് വിളിക്കുക. പോയി എന്താണെന്ന് അന്വേഷിച്ചിട്ട് ഇതാ വരുന്നു. ലച്ചു, ഞാൻ സ്വാതിയെ കണ്ടിട്ട് വരിക. ഞങ്ങളുടെ ജീവിതത്തിന് ഒരു പുനർജീവൻ നൽകിയത് ലച്ചുവാ. ഇനി അങ്ങനെയൊന്നും പറയരുത്. നടന്നതെല്ലാം ദൈവനിശ്ചയമായിട്ട് കണ്ടാ മതി. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ എല്ലാം ദൈവനിശ്ചയം കാണാം. ഞാനും സ്വാതി ഒരുമിക്കാനായി ദൈവം നിശ്ചയിച്ചിട്ട് ലക്ഷ്മിയുടെ കാര്യത്തിൽ ഇനി എന്തായിരിക്കും ദൈവം നിശ്ചയിക്കുക? ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കിയ പിന്നെ ഞാനിവിടെ നിൽക്കില്ല. എന്നെ ഏൽപ്പിച്ച ദൗത്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെയും എന്റെ ചേച്ചിയുടെയും വിവാഹം. അത് കഴിയുന്നതുവരെ മാത്രമേ ലക്ഷ്മി ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞ പിന്നെ എന്നെ അന്വേഷിക്കണ്ട. ലക്ഷ്മി അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ഇത് സ്വാതിക്ക് താങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? അപ്പച്ചയ്ക്കും അങ്കിളിന് ഇത് സഹിക്കാനാവോ? മംഗലശ്ശേരിയിലുള്ള ആരെങ്കിലും ഇത് അംഗീകരിച്ചു തരൂ? ഇതുവരെ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച ലച്ചുവിന് നല്ലൊരു ജീവിതം ഉണ്ടാവണം. ഞങ്ങളുടെ വിവാഹം കഴിയുന്നതോടെ അതിനൊരു തീരുമാനം ഉണ്ടാക്കണം. നിന്നെ നഷ്ടപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ലച്ചു. നീ എങ്ങും പോവരുത്. ഞാൻ പോകുന്നത് നിങ്ങൾ മാത്രമേ അറിയാവൂ. എന്റെ ചേച്ചിയോ
അച്ഛനോ അമ്മയോ മംഗലശ്ശേരിയിലുള്ളവരോ ഇതറിയരുത്. പക്ഷെ പോവാൻ നേരം നിങ്ങൾ അറിയിച്ചിട്ടേ ഞാൻ പോവും. ലച്ചു, നീ ഇക്കാര്യത്തിൽ ദയവായി എനിക്ക് തടസ്സമായിട്ട് നിൽക്കരുത്. ഇത് എന്റെ അപേക്ഷയാ. കല്യാണ തലേന്നാളായിട്ടും വേണ്ടത്ര ആളോ ആരവോ ഒന്നുമില്ല. കല്യാണം ഇനിയും തടസ്സങ്ങളൊന്നും ഇല്ലാതെ മംഗളമായി നടന്നു കിട്ടാനാ പ്രാർത്ഥിക്കേണ്ടത്. ഇതിപ്പോ രണ്ടാമത്തെ കല്യാണത്തല്ലേന്നാണല്ലേ. നമുക്കിത് ആഘോഷിക്കാൻ തോന്നുമെങ്കിലും മറ്റുള്ളവർ ചിലപ്പോൾ പരിഹസിക്കും. ഓഡിറ്റോറിയം ഒന്നും വേണ്ടായിരുന്നു. ക്ഷേത്രത്തിൽ വെച്ച് ലളിതമായി നടത്തിയാൽ മതിയായിരുന്നു. ആ, അതിന് നമ്മൾ അങ്ങനെ ആരും ക്ഷണിച്ചിട്ടില്ലല്ലോ. നമ്മുടെ ഓഫീസ് സ്റ്റാഫ് ഉൾപ്പെടെ കുറച്ചുപേരല്ലേ ഉള്ളൂ. ആ, സഞ്ജു വന്നു തോന്നുന്നു. കല്യാണപ്പയ്യൻ എവിടെയെന്നാ എല്ലാരും ചോദിക്കുന്നത്. ആ, എന്താ മോനെ മനയിൽ വിശേഷങ്ങൾ? അവരെല്ലാം ഒരുമിച്ചാ വരുന്നത്. മനയിൽ നടക്കുന്ന കല്യാണം പോലെ അവർ കാണുന്നത്. അതേതായാലും നന്നായി. പ്രഭയെ സംബന്ധിച്ച് അവര് തന്നെയായി ഇപ്പൊ ബന്ധുക്കൾ. നീ പോയി ഫ്രഷ് ആയി താഴേക്ക് വാ. ഓഫീസിലുള്ളവരൊക്കെ ഇപ്പൊ വരില്ലേ? ഇപ്പൊ വരും. ശരി. എന്താ കവിതേ? തോറ്റുപോയ ഒരാളോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. സത്യത്തിൽ നിനക്കുണ്ടായ അപമാനത്തിൽ എനിക്ക് വേദനയുണ്ട് ദക്ഷ. ആശ്വസിപ്പിക്കാനാണ് വിളിച്ചതെങ്കിൽ നന്ദി. പക്ഷെ ഞാൻ മാത്രമല്ലല്ലോ, നീയും തോറ്റുപോയില്ലേ. നീ സ്വപ്നം കണ്ട മംഗലശ്ശേരി ബിസിനസ് ഗ്രൂപ്പ്സിലെ ശരിക്കുള്ള അവകാശിയല്ലേ വരാൻ പോകുന്നത്. കാഞ്ചനയുടെ മകൾ സ്വാതി. എന്റെ മകളുമായുള്ള സഞ്ജുവിന്റെ വിവാഹം നടന്നിരുന്നെങ്കിൽ നിങ്ങളുടെ എല്ലാ ബിസിനസ്സുകളും നിനക്ക് ഞാൻ വിട്ടു തന്നേനെ. അത് ദക്ഷ മാത്രം വിചാരിച്ച പോരല്ലോ, സഞ്ജു തയ്യാറാവണ്ടേ? വർമ്മ സാർ അവനെ മുംബൈക്ക് കൊണ്ടുപോകുമായിരുന്നു. പക്ഷേ നീ അവിടെയും അതിബുദ്ധി കാണിച്ചു. എനിക്ക് മുകളിൽ നിൽക്കാൻ നീ വെമ്പൽ കൊണ്ടു. എന്നെ അനുകരിച്ചാൽ നീ ദക്ഷയാവില്ല കവിതേ. ഞാൻ എവിടെ നിൽക്കുന്നോ അവിടെ തന്നെ ഇപ്പോഴും. നിന്റെ അവസ്ഥയോ? ശത്രു നിഗ്രഹത്തിന് വാള് ഊരിപ്പിടിച്ചു വന്ന നീ ശത്രുവിനോട് സംബന്ധം കൂടാൻ പോലും അധപതിച്ചില്ലേ? അവിടെയാ നമുക്കിടയിൽ അതിർവരം ഉണ്ടായത്. നിനക്ക് വാക്ക് തന്നിട്ട് മംഗലശ്ശേരിക്കാർ ചെയ്തതെന്താ? നിന്റെ മകളെ പിടിച്ചിറക്കി വിട്ട് കതിർമണ്ഡപം ഒഴിപ്പിച്ചിട്ട് അതേ കതിർമണ്ഡപത്തിൽ വെച്ച് അവർ അവനെ കൊണ്ട് മുറപ്പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടിക്കുന്നു. നിന്നോട് സഹതാപം എനിക്ക് തോന്നുന്നത്. നീ എന്താടി കരുതിയേ ഞാനൊരു മണ്ടിയാണെന്നോ? ദക്ഷ നടന്നു കയറിയ വഴികളൊന്നും നീ കണ്ടിട്ടില്ല. എന്നെ പറഞ്ഞിളക്കി നിനക്ക് ആ കല്യാണം മുടക്കിക്കണം. പലരും മരിച്ചു വീഴണം. അതല്ലേ നിനക്ക് വേണ്ടത്? ദക്ഷ നേരിട്ടേ നിന്നെ പൊരുതിയിട്ടുള്ളൂ. നീ അങ്ങനെയല്ല.
ഇരുഭാഗത്തുള്ളവരെയും കൂട്ടിയിടിപ്പിച്ച് നടുവിൽ നിന്ന് ചോര കുടിക്കുന്ന കുറുക്കന്റെ തന്ത്രമാ നീ കാണിക്കുന്നത്. നേരിട്ട് നീ എന്നെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? നിന്റെ മോഹം ഞാൻ സാധിച്ചു തരും. മുന്നിൽ നിന്ന് തന്നെ ദക്ഷ അത് ചെയ്യും. പക്ഷേ മംഗലശ്ശേരിയിൽ പിന്നെ നീ ഉണ്ടാവില്ല. ശ്രീദേവിയുടെ താലി പൊട്ടിച്ചത് നീയാണെന്ന സത്യം അറിയിച്ചിട്ടേ ദക്ഷ കളം വിടൂ. ഹലോ, ഒരു വാക്ക്, ഒരേ ഒരു വാക്ക്, നീ സമ്മതമെന്ന് മാത്രം പറ. നാളെ നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടും. പറ, എനിക്ക് സമ്മതമെന്ന്. സമ്മതം, പക്ഷെ ഇപ്പോഴല്ല, കുറച്ച് കഴിയുമ്പോ. ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചു. താലികെട്ടിന് മുൻപ് ഞാൻ എന്റെ ചേച്ചിയെ നടത്തിച്ച് കതിർമണ്ഡപത്തിൽ കൊണ്ടുവരുമെന്ന്. നീ ആ വെല്ലുവിളി ഏറ്റെടുത്തു. എനിക്കതിന് കഴിഞ്ഞ നീ ഒഴിഞ്ഞു പോകാന്ന്. ഇനി വാക്ക് പാലിക്കേണ്ടത് നീയാ. ഇനി ഇവിടെ മേളം മുഴങ്ങുന്നെങ്കിൽ അതിന്റെ ചേച്ചിയുടെയും ഇദ്ദേഹത്തിന്റെയും വിവാഹത്തിനായിരിക്കണം.
ലച്ചു വേഗം പോയി തൊഴുതു വന്നോളൂ. നിങ്ങൾ വരുന്നില്ലേ തൊടാൻ? ഞാൻ വന്നോളാം. ലച്ചുവിന് ദേവിയോട് പറയാൻ കൂടുതൽ കാര്യങ്ങളുണ്ടാവില്ലേ? എനിക്കിപ്പോൾ എന്താ ഉള്ളത്? ഒന്നും പറയാനില്ലെങ്കിൽ ചേച്ചിയുടെയും അദ്ദേഹത്തിന്റെയും വിവാഹം നടന്നു കിട്ടാൻ പ്രാർത്ഥിച്ചൂടെ? ശരി, ഇന്നെൻ്റെ പ്രാർത്ഥന അത് തന്നെ. വന്നോളൂ. അമ്മ എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹ സാഫല്യ ഇന്ന് നടക്കാൻ പോകുന്നത് എന്റെ ചേച്ചിയും അദ്ദേഹവുമായിട്ടുള്ള വിവാഹം. വലിയ പ്രതിബന്ധങ്ങൾ മുന്നിലുണ്ടായിട്ടും അതെല്ലാം മാറ്റി തന്നത് അമ്മയാ. ഇന്ന് മംഗളകരമായി തന്നെ എന്റെ ചേച്ചിയുടെയും അദ്ദേഹത്തിന്റെയും വിവാഹം നടക്കണം. പക്ഷേ ശാസ്ത്രികൾ അരുൾ ചെയ്തത് പ്രകാരം വിവാഹത്തിന് വലിയൊരു തടസ്സമായി നിൽക്കുന്നത് എന്റെ കഴുത്തിലുള്ള ഈ താലിയാണ്. ഈ താലി എനിക്ക് സമ്മാനിച്ചതും അമ്മ തന്നെയാണല്ലോ. ഈ താലി എന്റെ കഴുത്തിൽ നിന്നും ഊരി മാറ്റിയാലേ എന്റെ ചേച്ചിയുടെയും അദ്ദേഹത്തിന്റെയും വിവാഹം നടക്കും. സ്വയം അത് ഊരി മാറ്റാനും പാടില്ല. അല്ലെങ്കിൽ തന്നെ അതിനുള്ള കരുത്തും എനിക്കില്ല. ഞാൻ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയിൽ നിന്നും മുക്തി നേടാനുള്ള ഒരു പരിഹാരം അമ്മ കണ്ടെത്തി തരണം. അമ്മയ്ക്ക് മാത്രമേ അതിന് കഴിയൂ. ആ ആരിത്? ലച്ചു? കുറച്ചു നാളായല്ലോ കണ്ടിട്ട്. ആ ഗോവിന്ദും കൂടെ ഉണ്ടല്ലോ. കാര്യങ്ങളൊക്കെ എങ്ങനെ പോന്നു? സുഖം തിരുമേനി. മുത്തശ്ശനോട് എന്റെ അന്വേഷണം പറയാൻ മറക്കണ്ട. പറയാൻ തിരുമേനി. ഇന്നെന്താ വിശേഷിച്ച് രണ്ടുപേരും കൂടി? എന്റെ ചേച്ചിയുടെ വിവാഹ തിരുമേനി, ചേച്ചിക്ക് വേണ്ടി ഒരു സുമംഗലി പൂജ ചെയ്യണം. അതിനെന്താ, രസീത് എഴുതി വന്നോളൂ. ശരി തിരുമേനി. ലച്ചു ഒരു കാര്യം ചെയ്യും, പ്രദക്ഷിണം വെച്ച് വാ. അധികം വൈകിക്കണ്ട, മുഹൂർത്തത്തിന് മുൻപ് നമുക്കിവിടെ എത്തേണ്ടതാ. ഞാൻ രസീത് എഴുതിച്ച് തിരുമേനി ഏൽപ്പിക്കാം. ശരി. ഓം നമഃ ശിവായ. 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 ലച്ചു, വാ നമുക്ക് പോവാം. തിരുമേനി അർച്ചന കഴിച്ച് കാത്തു നിൽക്ക. എന്ന് ഞങ്ങൾ ഇറങ്ങാൻ തിരുമേനി. ഇടയ്ക്ക് ദേവിയെ തൊഴാൻ വരാൻ മറക്കണ്ട.
ഉറപ്പായിട്ടും വരും. വഴിയിൽ ബ്ലോക്കൊന്നും ഉണ്ടാകാതിരുന്ന ഭാഗ്യം. ലച്ചു, നിന്റെ കഴുത്തിലുണ്ടായിരുന്ന താലിമാല കാണാനില്ലല്ലോ.